ഇപ്പൊ യൂട്യൂബിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് പുറത്ത് നോക്കിയിട്ട് ജിങ് ജിങ് എന്ന് പറയും. അങ്ങനെ അവളുടെ ഫോട്ടോ കണ്ടിട്ട് ഇവളും കൂലി പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആയിരുന്നു ടോപ്പേഴ്സ്, പക്ഷെ നമ്മളെക്കാളും നല്ലോണം അവൾ ജീവിക്കാമെന്ന് പറഞ്ഞ് അവൾ പക്ഷെ നമ്മളെ കാണുമ്പോൾ കളിയാക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും അവൾ അങ്ങനെയൊന്നും പറയാൻ ചാൻസ് ഇല്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവളും അവൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇവൾ വന്ന ഉദ്ദേശം എന്തോന്ന് ഇവന് മനസ്സിലായാൻ ചോദിക്കും. കാരണം ഇവ രണ്ടുപേരും വീണ്ടും ഒന്നുതരാൻ വേണ്ടിയാണ് അവൾ അവിടേക്ക് വന്നത്. പക്ഷെ ഇവൻ ഇപ്പോഴും അതിനെക്കുറിച്ചൊരു വാക്കുപോലും മിണ്ടില്ലെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവൻ ഇവനെ ഇപ്പൊ കളിയാക്കുവാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും കളിയാക്കിയതൊന്നല്ല, ഇവൻ എപ്പോഴും വർക്കിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നുള്ളെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം അവൻ നേരെ ജിങ്ജിന്റെ വീട്ടിലേക്ക് വരുമ്പം അവളാണ് ഇവനെന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും രാത്രി 9 മണി വരെ ഇവളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അതിനു വേണ്ടിയാ വന്നേന്ന് പറയുമ്പോൾ ഇവളുടെ ചിന്ത ഫുള്ളും ഇവന്റെ എക്സിനെ കാണാൻ പോയപ്പോൾ ഒരു ശവത്തമ്മി ചേർന്നാണോ അല്ലെ ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് നേരത്തെ വന്നതെന്ന് പറഞ്ഞ് ഇവള് കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവനും ഇവൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തെന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവളാണ് പിന്നാലെ അത് ഇത്ര സമയം ഇരുന്ന് കളിക്കില്ലായിരുന്നു പറഞ്ഞ് അവളാണ് ഇവന്റെ കൂട്ടുകാരൻ ഓൺലൈൻ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ അങ്ങ് ജോയിൻ ആക്കും. അപ്പോഴാണ് അവനും ഈ ഇടയ്ക്കായിട്ട് യൂട്യൂബ് ഭയങ്കര ബിസിയാന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ അവനാരും ഇവൻ ഗെയിം കളിക്കാനൊക്കെ പഠിപ്പിച്ചരാന്ന് പറയും. അപ്പോഴാണ് ജിങ് അതെന്തോ യൂട്യൂബ് ബിസി എന്ന് പറഞ്ഞ് ഇവൾ അറിയാത്ത പോലെ ചോദിക്കുമ്പോൾ അവനാണ് രാവിലെ തൊട്ട് രാത്രി വരെ വേറെ എവിടാണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് എല്ലാം സെറ്റ് ആയിക്കാണെന്ന് പറയും. അപ്പോഴാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് അവിടേക്ക് ഒന്ന് ഇവളുടെ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരനും ഇവൾ എന്തുകൊണ്ടാ മൈക്ക് ഓഫ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഗെയിമിൽ ഫോക്കസ് എന്ന് പറഞ്ഞ് അവന് മെസ്സേജ് ഇടും. അപ്പോഴാണ് ഇവളിങ്ങനെ ഗെയിം കളിക്കുന്ന സമയത്ത് പുറത്താരണ്ട് കോളിംഗ് ബെൽ അടിക്കും. അതുകൊണ്ട് അവൻ ചെന്ന് നോക്കാന്ന് പറഞ്ഞു പോകുമ്പോൾ വന്നേക്കുന്ന ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും. അതുകൊണ്ട് ഇത് കാണാൻ വരുന്ന അവളും ഇവനെന്ത് ഇവിടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവനും ചുമ്മാ ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി വന്നേ. പക്ഷെ ഇപ്പൊ കൂടെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് അവൻ അപ്പം തന്നെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് യൂട്യൂബ് ഇപ്പൊ എന്നെ കണ്ടതെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി കാണുമെന്ന് പറഞ്ഞ് ഇവൾ എന്തുകൊണ്ടൊന്നും സംസാരിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അവളാണ് രണ്ടുപേരും ബ്രേക്കപ്പ് ആയതല്ലേ പിന്നെന്തോ സംസാരിക്കുള്ളെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം ഇവ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോഴാണ് അവളും ഇന്നത്തെ ദിവസം തന്നെ നമ്മ രണ്ടുപേരും നമ്മുടെ എക്സിനെ കണ്ടുമുട്ടില്ലെന്ന് പറഞ്ഞ് അവൾ പറയുമ്പോൾ അവൻ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഒരു നല്ല ബിസിനസ് മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളും പുറത്തൊക്കെ അങ്ങനെ. പക്ഷെ അവൻ്റെ കൂടെ ഡേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായ അവന്റെ ഫാമിലി കല്യാണം കഴിച്ച് കയറണ ഇവൾ ആക്ട്രസ് പണി നിർത്തിയിട്ട് അവന്റെ വൈഫായിട്ട് കൂടെ വരണമെന്ന്. അങ്ങനെ ഇവൾക്ക് വേണ്ടി അവന്റെ ജോലി മാത്രം നിർത്തത്തില്ല, ഇവള് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞ് അവൾക്ക് അങ്ങനെ കുറെ പ്രശ്നം ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയെന്ന് ചോദിക്കുമ്പോൾ അവനും ഫേസ് എഞ്ചിനീയർ ആകുന്നതുകൊണ്ട് തന്നെ അവനത് പഠിക്കാൻ വേണ്ടി സ്ഥലം മാറിപ്പോയതുകൊണ്ട് രണ്ടുപേരും ബ്രേക്കപ്പ് ആയെന്ന് പറയും. അപ്പോഴാണ് അവളും അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്തില്ലാത്ത കൊണ്ടാ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ് അവൾ ആലോചിക്കുമ്പോൾ ഇവന് സ്പേസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ് എങ്കിൽ പിന്നെ കുറെ റിസർച്ച് ചെയ്യാനേ കാണത്തില്ലെന്ന് ചോദിക്കും. അങ്ങനെ ആ സമയത്തിന്റെ ഇടെ ഇവളെ പഠിപ്പിക്കാൻ വരുന്നത് ശല്യത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ അതൊന്നും കുഴപ്പമില്ല, അവൻ ആ ജോലി നിർത്താൻ പോവാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവനും ഇവളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ കൂട്ടുകാരനാണ് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇവരെ കുറെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ നാളെ എല്ലാവർക്കും വേണ്ടി പാർട്ടി വെച്ചേക്കാന്ന് പറയും. അങ്ങനെ അതിനുവേണ്ടി അവൻ യൂട്യൂബിന് വിളിക്കുമ്പോൾ അവനും അവളെ പഠിപ്പിക്കണം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ കൂട്ടുകാരനാണ് ഫോഴ്സ് ചെയ്ത് അവൻ ഇവിടുന്ന് സ്ഥലം മാറുമ്പോഴും പാർട്ടി വരത്തില്ലെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവനും വിളിച്ചുകൊണ്ട് ഒരു വലിയ ഹോട്ടലിലേക്ക് പോകും. അങ്ങനെ അവിടെ വെച്ച് വേറെ കുറെ ഫ്രണ്ട്സായിട്ട് ഇവരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരുത്തനാണ് യൂട്യൂബിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനോട് ഇഷ്ടമുള്ളവന്. അതുകൊണ്ട് അവന് യൂട്യൂബിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള സംസാരത്തിൽ അവനും കുറെ ഷോ കാണിക്കാൻ വേണ്ടി ഇന്ന് അവന്റെ വക ചെലവാന്ന് പറഞ്ഞ് പൈസ ഇറക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് യൂട്യൂബിൽ നോക്കി ഇവനൊരു നല്ല ജോലി പോലും ഇതൊരു സെറ്റായില്ല, അതുകൊണ്ട് പൈസ ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞ് അവനിട്ട് കുറെ ഡാമേജ് ചെയ്യുമ്പോൾ അടുത്തിരുന്ന് അവനെ വിളിച്ച കൂട്ടുകാരനും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു വഴക്കാകുമ്പോൾ തന്നെ മറ്റവന്മാരൊക്കെ ഇത് മറ്റോ സ്ഥലം വിട്ട് പോകുന്നോണ്ട് ഒരു പാർട്ടിയല്ലേ, ഇത് വെറുതെ വഴക്കുണ്ടാക്കണം എന്ന് പറഞ്ഞ് അവന്മാരൊക്കെ സമാനപ്പെടുത്താൻ നോക്കും. അങ്ങനെ ആ സമയത്താണ് ജിങ്ങിന്റെ അസിസ്റ്റന്റ് അവിടേക്ക് വരുന്നത്. കാരണം ജിങ്ങിന് അറിയാം ഇന്ന് യൂട്യൂബ് പോകുന്ന ഇവിടേക്കാണെന്ന്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവളുടെ അസിസ്റ്റന്റിനെ അവൾ കഴിക്കാൻ വേണ്ടി ഡിന്നർ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ തന്നെ പറഞ്ഞയച്ച്. അപ്പോഴാണ് അസിസ്റ്റന്റും ആ കൂട്ടത്തിൽ ഒരുത്തൻ യൂട്യൂബിനെ കുറെ കളിയാക്കുന്നുണ്ട് ഇവള് ജിങ്ങിനെ അറിയിക്കുമ്പോൾ അടുത്ത സെക്കൻഡ് ഇവളൊരു വില കൂടിയ വൈനാണ് അവൻ വാങ്ങിച്ചായിട്ട് ഇപ്പൊ ഇവർക്കൊന്ന് കൊടുക്കും. അങ്ങനെ അത് കണ്ട് യൂട്യൂബ് ആണ് ഇവനൊന്ന് ഓർഡർ ചെയ്തില്ലെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ മിസ് ജിങ് ഇത് കൊടുത്തയച്ചെന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫും പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതിനുശേഷം അവന്മാരെയൊക്കെ ഇത് ഉള്ളത് ഏറ്റവും കൂടിയ വൈനാന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ഇവനെ കുറിച്ച് പൊക്കി വിചാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് യൂട്യൂബും ഇത് ജിങ്ങിന്റെ പണിയാന്ന് മനസ്സിലാക്കി അവൻ ആ വൈൻ എടുത്തോണ്ട് അവനെങ്കിൽ പിന്നെ പോകാന്ന് പറഞ്ഞ് അവന്റെ കൂട്ടാനൊക്കെ ബായ് പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നിട്ട് അവിടുന്ന് അവൻ നേരെ വരുന്ന ഇവളെ കാണാൻ വേണ്ടിയാ. അപ്പോഴാണ് അവളും ഇവന്റെ പാർട്ടി അതിനു മുമ്പ് കഴിഞ്ഞോന്ന് പറഞ്ഞ് ഈ സെയിം വൈൻ ഇവൻ വീണ്ടും വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവള് വാങ്ങിച്ചു തന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഇത് അവർക്കൊന്നും കൊടുക്കുന്നത് ഇവന് താല്പര്യമില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൻ എവിടെ പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ അസിസ്റ്റന്റ് അങ്ങോട്ടേ പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് ഇവള് ചെയ്യുന്നൊക്കെ ശല്യമായിട്ട് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവന് നല്ലതേതാ ചീത്തയേതാന്നൊക്കെ അവന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന പറയും. അതുകൊണ്ട് ഇവൾ ഹെൽപ്പ് ചെയ്തത് അവൻ തന്നെ റോക്കറ്റ് ലോഞ്ച് ചെയ്ത പോലെ സന്തോഷമാണെന്ന് പറയുമ്പോൾ ഇവളെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡ്രിങ്ക് കുറഞ്ഞ വിലയാണെങ്കിലും അത് വേസ്റ്റ് ആക്കണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും ഇതാണോ കുറഞ്ഞ വില എന്ന് പറഞ്ഞ് ഇത് കൂടിയ ബ്രാൻഡിലും ചോദിക്കുമ്പോൾ അവളാണ് അറിയാത്തമാർ കൂടിയ വൈൻ വാങ്ങിച്ചു കൊടുക്കാൻ അവളെന്താ മണ്ടിയാണെന്ന് പറഞ്ഞ് ആ ബോട്ടിൽ മാത്രമേ കൂടിയതുള്ളൂ, അകത്തിരിക്കുന്ന കുറഞ്ഞ വൈനാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവൻ ഇവളുടെ ഒരുമിച്ച് വൈൻ കുടിക്കുമ്പോൾ ഇവൻ അവന്റെ എക്സ് പറഞ്ഞ് കേട്ട് അവളെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവളാണ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ മറന്ന് ഇവള് സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ കൂട്ടുകാരൻ
അറിഞ്ഞും എന്നാലും ആ ജിങ് ആരാന്ന് പറഞ്ഞ് അവനോട് മെസ്സേജ് ചോദിക്കും. അപ്പോഴാണ് യൂട്യൂബ് അവൻ്റെ കൂടെ പഴയ സ്കൂളിൽ പഠിച്ചാന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തും ഇപ്പോൾ പരിചയപ്പെടുന്നേ ഉള്ളെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം വീണ്ടും യൂട്യൂബ് ആണ് അവൾ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചോണ്ട് പോകുമ്പം അവളാണ് ഇവ വാങ്ങിച്ചോണ്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെറുതായിട്ടൊന്ന് വെയിറ്റ് കൂടി നിറഞ്ഞ് ഇപ്പം അതിന്റെ കലോറിയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൻ ഈ തവണ എല്ലാം വെയിറ്റ് അധികം വരാത്ത പോലെ ഫുഡ് വാങ്ങിച്ചോണ്ട് വരുമ്പം അവൾ അത്രയും പെട്ടെന്ന് ഇവൻ അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവന് വേണ്ടി സ്പെഷ്യലായിട്ട് കോഫി ഉണ്ടായിട്ടുണ്ടെന്ന് അറിയും. അതുകൊണ്ട് അവനെ തന്നെ ചെന്ന് എടുക്കാൻ പറയുമ്പം ഇവൻ അവിടേക്ക് ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചെന്നിട്ടും നീ കോഫി എനിക്ക് വേണ്ടി എടുത്തരുതില്ലെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം അവളാണ് അതിനകത്തൊരു പടമുണ്ട് അത് കാണിക്കാൻ വേണ്ടി ഇവൻ എടുക്കാൻ പറഞ്ഞെന്ന് അറിയും. അവൻ്റെ കോഫിയുടെ പതപ്പ് നോക്കാൻ പറയുമ്പം ഇവൻ ഇതിനകത്ത് എന്തോ ഉള്ളെന്ന് പറഞ്ഞ് അവനൊന്ന് മനസ്സിലായില്ലെന്ന് അറിയും. പക്ഷെ എന്നാലും ഇവന് വേണ്ടി ആ ചെയ്തെങ്കിൽ താങ്ക് യു എന്ന് പറയുമ്പം അവള് ചമ്മിപ്പോയിട്ട് അതിനകത്ത് കാണുന്ന മുയലാന്ന് മനസ്സിലായില്ലെന്ന് ചോദിക്കും. കാരണം ഇവന്റെ ഗെയിമിലെ അക്കൗണ്ടിന്റെ പേര് ജെയ്ഡ് റാപ്പിറ്റ് എന്ന. അങ്ങനെ അത് അവള് വരച്ചെന്നുകൊണ്ട് ഇവൻ ഇംപ്രസ് ആയില്ലെന്ന് ചോദിക്കുമ്പം അവൻ ഇത് മുയലാണെന്ന് ചോദിച്ചിട്ട് അവൻ കോഫി പൗഡർ മുകളിൽ ചുമ്മാ കിടക്കുന്ന പോലെ ഫീൽ ചെയ്തതെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവ രണ്ടുപേരും ഗെയിം പ്രാക്ടീസ് ചെയ്യുമ്പം അവളാണ് ഒരു ടീം മാച്ച് വെച്ച് കളിക്കാന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇനി കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ അവളാണ് ഇനിയും മിസ്റ്റേക്ക് കൊണ്ടോന്ന് പറഞ്ഞ് അതെന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾ ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ എവിടേക്ക് പോകണം അടുത്ത് എന്ത് ചെയ്യണം ഇതൊക്കെ ഓരോന്ന് ഇവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു മിസ്റ്റേക്കാന്ന് പറയും. അതുകൊണ്ട് സ്വയം ആലോചിച്ച് ആ ചെയ്യാൻ വേണ്ടി ഇവളിനി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവസാനം അവള് മൊത്തത്തിൽ കൺഫ്യൂസായി ഇവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞ് ഒന്നും പിടികിട്ടാതിരിക്കും. അങ്ങനെ രാത്രി വരെ ഇവൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇത് ഫുള്ളും ഇവൾ ഒന്നും കൂടെ ലൈവ് സ്ട്രീമൊക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പം അവളാണ് ഇന്നത്തെ ദിവസം ഫുള്ള് ഇവളെ പഠിപ്പിച്ച് അവളെ വല്ലാത്തൊരവസ്ഥയിലാക്കി മാറ്റിയെന്ന് പറയും. അതുകൊണ്ട് ഇവന് മനസാക്ഷിയില്ലെന്ന് പറയുമ്പോൾ അവന് ആർക്കാ മനസാക്ഷി ഇല്ലാത്തെന്ന് പറഞ്ഞ് തിരിച്ച് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഇങ്ങനെ ഇതേപോലെ പഠിക്കുമായിരുന്നെങ്കിൽ അവൾക്ക് ഫേമസ് ആയ കോളേജിലൊക്കെ എപ്പോഴും അഡ്മിഷൻ കിട്ടി കാണുന്ന പറയുമ്പോൾ അവനും പെട്ടെന്ന് എങ്കിൽ പിന്നെ ഇവൾക്ക് +2 കിട്ടിയ മാർക്ക് എത്രയാന്ന് ചോദിക്കും. അത് കേട്ട് അവളാണ് പേടിച്ചിട്ട് നിന്നെ പോലെയുള്ള ടോപ്പർ എന്റെ മാർക്കൊക്കെ ചോദിക്കുവാണ് നിന്റെ അടുത്തോലെ എത്തത്തില്ലെന്ന് നീ ആലോചിച്ചോണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് തന്നെ നടക്കേട എന്നിന് അവളും പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ ബാക്കി നാളെ പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് അവളും നാളെ പറ്റത്തില്ല നാളെ അവൾക്കൊരു TV ഷോ ഉണ്ടെന്ന് അറിഞ്ഞ് അതിനുവേണ്ടി നാളെ റെസ്റ്റാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവൻ ഫ്രീ ആണ് ആ പെർഫോമൻസ് ഒന്ന് കാണാൻ പറയുമ്പം അവനെങ്കിൽ പിന്നെ ലിങ്ക് ഇട്ടെന്ന് അവൻ നോക്കാന്ന് പറയും. അപ്പോഴാണ് അവളും ലിങ്ക് ഇട്ടരാൻ നീ എന്തോ VIP യോ എന്നിന് അവള് ചുമ്മാ ചോദിക്കുമ്പം അവനൊരു ടീച്ചറിനെ ബഹുമാനത്തോട് കാണണം എന്നറിയും. അപ്പോഴാണ് അവളും സോറി സാർ ഞാൻ ചുമ്മാ തമാശക്ക് അറിഞ്ഞേ ഉള്ളൂ എന്നിന് അവന് ബായ് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം അവളും പുറത്ത് TV ഷോന് പോകുമ്പം ഷോ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം കാണും. അങ്ങനെ അതുവരെ അവൾ ചുമ്മാ ഗെയിം കളിച്ച് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് കൂടെ കളിക്കാൻ വേണ്ടി യൂട്യൂബിന് മെസ്സേജ് വിളിക്കുമ്പം അവൻ പുറത്ത് ഒരാളെ കാണാൻ വന്നേക്കോന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറയും. അതിനുശേഷം അവനും ഇതിനുമ്പ് അവനെ ഒരു കമ്പനി വിളിച്ച് അങ്ങേരായിരിക്കും ഇവനെ കാണാൻ വേണ്ടി വിളിച്ച്. അങ്ങനെ അയാളുടെ കമ്പനി എങ്ങനെയൊക്കെ ഇവനെ ചേർക്കാൻ വേണ്ടി ഒന്നും കൂടെ സംസാരിച്ചു വെക്കുക. അങ്ങനെ ഇവൻ അന്ന് കമ്പനി ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവിടെയുള്ള ഗേൾസ് ഒക്കെ ഇവനെ കുറിച്ച് തിരക്കിയെന്ന് പറഞ്ഞ് ഇന്ന് അവരോട് പുറത്ത് കഴിക്കാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇന്ന് സമയമില്ല അടുത്ത പ്രാവശ്യം നോക്കാന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് പോകുമ്പം അവളാണ് വീണ്ടും അരമണിക്കൂറായി ഇപ്പോഴും മീറ്റിംഗിലാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇപ്പം എല്ലാം കഴിഞ്ഞ് നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഒരുമിച്ച് ഒരു മാച്ച് കളിക്കും. അങ്ങനെ ആ സമയത്ത് ഒരു കപ്പിൾസ് ആയിരിക്കും ഇവരുടെ ടീമിൽ കളിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ യൂട്യൂബും ജിങ് സംസാരിക്കുന്നതായിട്ട് ഇവരും കപ്പിൾസ് ആയിട്ട് വിചാരിക്കും. അതുകൊണ്ട് ജിങ് കളിക്കുന്നുണ്ട് മറ്റവനാണ് അവന്റെ ഗേൾഫ്രണ്ടിനെക്കാളും മോശമായിട്ടാ ഇവള് കളിക്കുന്നതെന്ന് അറിയും. ഇത് കേട്ട് ഇവൾക്കാണ് ദേഷ്യം വന്നിട്ട് എങ്കിൽ പിന്നെ എന്റെ ബോയ് ഫ്രണ്ട് അത്ര നീ കളിക്കുന്നില്ലല്ലോ എന്നാൽ അവൾ യൂട്യൂബിന് ബോയ് ഫ്രണ്ട് ആയിട്ട് പറയുമ്പം ഇത് കേട്ട് അവന് ഷോക്കായിരിക്കും. അപ്പോഴാണ് അവളും ഇവൾ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കലെന്ന് പറഞ്ഞ് യൂട്യൂബിന് മെസ്സേജ് ഇട്ടിട്ട് അവള് വീണ്ടും മറ്റവനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ ടീമിൽ 5ാമതിരിക്കുന്ന ഒരുത്തനാണ് 2 കപ്പിൾസും കൂടെ എന്തോ ആടെ ഒരു സിംഗിളിനെ നാണം കെടുത്തുന്നെന്ന് പറഞ്ഞ് അതും സിംഗിൾസിന്റെ ഡേയിൽ അവനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ലെന്ന് പറയും. അതുകൊണ്ട് അവൻ കളിന്ന് പുറത്തു പോകുമ്പോന്ന് പറയുമ്പം ജിങ് ആണ് ഇന്നല്ല നാളെയാ സിംഗിൾസിന്റെ ഡേ എന്ന് പറയും. അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ ഈ ഒരു മാച്ച് മാത്രം നിങ്ങളോട് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഒരുമിച്ച് ഗെയിം കളിക്കും. അങ്ങനെ ആ മത്സരത്തിന് ശേഷം വീണ്ടും മറ്റേ കപ്പിൾസ് ആണ് യൂട്യൂബിന് ഇൻവിറ്റേഷൻ കൊടുക്കുമ്പം അവൻ അങ്ങ് റിജക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ജിങ് ആണ് അക്സെപ്റ്റ് ചെയ്ത് അവരോട് കളിക്കാൻ പോകുമ്പം മറ്റവനും ഇവളുടെ ബോയ് ഫ്രണ്ട് എന്താ വരാത്തെന്ന് പറഞ്ഞ് അവൻ പേടിച്ചു പോയാൻ ചോദിക്കും. അപ്പോഴാണ് ജിങ്ങും യൂട്യൂബിന് മെസ്സേജ് അയച്ച് മറ്റോ നമ്മളെ കളിയാക്കുമെന്ന് പറഞ്ഞ് ഇവനെ പെട്ടെന്ന് ടീം വരാൻ പറയുമ്പം യൂട്യൂബും അവനെ കളിയാക്കാറായെന്ന് പറഞ്ഞ് അവൻ ഒന്നും കൂടെ ഗെയിമിൽ വിളിക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ വീണ്ടും ഇവർ തമ്മിൽ ഒരു മത്സരം വയ്ക്കുമ്പം അതിൽ കുറെ കില്ലടിക്കുന്ന യൂട്യൂബ് ആണ്. അങ്ങനെ ഇത് കണ്ട് അവരൊക്കെ മൊത്തത്തിൽ അങ്ങ് ഞെട്ടിപ്പോകും. അതിനുശേഷം ജിങ്ങും മറ്റവരാക്കാൻ വേണ്ടി എന്റെ ബോയ് ഫ്രണ്ട് മാസാ നീ ഇപ്പൊ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവൾ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മത്സരം കഴിഞ്ഞിട്ട് യൂട്യൂബും ഇവൾ പറഞ്ഞേ കേട്ട് ചിരിച്ചിട്ട് ഇവള് മൊത്തത്തിൽ ഫണ്ണാണല്ലോ എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് ഇടുമ്പോൾ തന്നെ അടുത്ത സെക്കൻഡ് അവനതങ്ങ് ഡിലീറ്റ് ചെയ്യും. അപ്പോഴാണ് ഇത് പെട്ടെന്നിട്ട് അവളാണ് ഇവൻ എന്തിനെ പെട്ടെന്ന് മെസ്സേജ് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനും ഇവളുടെ ലൈവ് TV ഷോ കണ്ടിട്ട് അടുത്ത ദിവസം ഇവൾക്ക്
അവൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോകുമ്പം ഇവളാണ് ഇന്നലെ ഫണ്ട് എന്നൊക്കെ മെസ്സേജ് ഇട്ട് അതെന്തിനാ ഡിലീറ്റ് ചെയ്യുന്ന അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവനും ഇപ്പൊ ഇവൾക്ക് പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ ചോദിക്കുമ്പം അവൾ ഷോക്കായിട്ട് ഇവൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇതൊന്ന് വിവരിച്ചു തരാൻ പറയുമ്പം അവളും സ്ക്രീൻ നല്ലോണം കാണാൻ വയ്യ, നമുക്ക് പ്രൊജക്ടർ കിട്ടിയതൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞ് അവളും പറയുമ്പം അവന് വിഷയം മാറ്റുന്നത് ഇവള് കില്ലാടിയാന്ന് പറഞ്ഞ് ഇന്ന് അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഒരു മീറ്റിംഗ് ഉള്ളതുണ്ട്, ഇന്നത്തെ ദിവസം ഈ പ്രാക്ടീസ് മതി എന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൻ എല്ലാ ദിവസവും ഒരു മീറ്റിങ്ങിന് പോകുവാണല്ലോ എന്ന് പറഞ്ഞ് അവളും കുറച്ച് വിഷമിച്ചൊക്കെ പറയുമ്പം ഇവൻ അത് സാധാരണ എല്ലാവരും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇന്ന് സിംഗിൾസ് ഡേ ആയതുകൊണ്ട് അതൊന്ന് എൻജോയ് ചെയ്യാൻ പോവാന്ന് പറയും. അപ്പോഴാണ് അവൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഉടനെ ഇവള് നോക്കുന്നുണ്ട് അവനും വർക്കിനെ കുറിച്ചും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞ് അവൻ ബായ് പറഞ്ഞു പോകുമ്പം ഇവളാണ് ഇതേപോലെ ഇവന്റ് കൂടെ അവൾക്കും ഫ്രീ ആയിട്ട് വരാൻ പറ്റുമായിരുന്നെങ്കിൽ സന്തോഷമായെന്ന് പറയും. അപ്പോഴാണ് അവനും ഒരേ ശിവൻ വിളിച്ച അവൾ വരുമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു ചോദിക്കുമ്പം അവളാണ് ഞെട്ടിപ്പോകും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.